ഹായ് ഫ്രണ്ട്സ്, 30/11/2020 വന്ന PSC നോട്ടിഫിക്കേഷനിൽ LP UP ടീച്ചറിൻ്റെ NCA അല്ലെങ്കിൽ SR വിജ്ഞാപനം ഉണ്ടായിരുന്നു. കൂടുതൽ LPSA NCA വിജ്ഞാപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു UPയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് 304/2020 ST കാറ്റഗറിക്ക് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കമൻ്റ് ആയിട്ട് കുറേ പേര് UPയുടെ NCA ഉണ്ടാകുമോ എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ PSC UPSAയുടെ NCA വിളിച്ചിട്ടുണ്ട്. ഒഴിവുകൾ കുറവാണെങ്കിലും അപേക്ഷിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ട. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഒഴിവുകളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗസറ്റഡ് ഡേറ്റ് വന്നിരിക്കുന്നത് 30/12/2020 ആണ്. 30/12/2020. ലാസ്റ്റ് ഡേറ്റ് 3/2/2021 ആണ്. ഓക്കെ. കാറ്റഗറി നമ്പർ തുടങ്ങുന്നത് 440/2020 മുതൽ 442/2020 വരെയാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞു NCA ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ NCA നോട്ടിഫിക്കേഷനിൽ അയക്കാൻ പറ്റുന്ന കാറ്റഗറികൾ ഏതൊക്കെയാണ്? ഒന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ്, പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ ഹിന്ദു നാടാർ. ഓക്കെ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷനാണ്. നെയിം ഓഫ് പോസ്റ്റ് UP സ്കൂൾ ടീച്ചറാണ്, മലയാളം മീഡിയം. സ്കെയിൽ ഓഫ് പേ 25,200 മുതൽ 54,000 വരെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 കാറ്റഗറി നമ്പറിലേക്കാണ് PSC അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 440 മുതൽ 442 വരെ. അപ്പോൾ 440/2020 കാറ്റഗറി നമ്പറിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലേക്ക് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അവിടെ 4 ഒഴിവുകളുണ്ട്. അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 441/2020 ആണ്. അത് STക്കാർക്കാണ് അയക്കാൻ പറ്റുള്ളൂ. അതും തൃശ്ശൂരാണ് ഒഴിവുള്ളത്. ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. അടുത്തത് ഹിന്ദു നാടാർ. അതിൻ്റെ കാറ്റഗറി നമ്പർ 442/2020. അത് കാസർഗോഡാണ് അത് ഒഴിവുള്ളത്. അതും ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം മുൻപ് നമ്മൾ LPSA അല്ലെങ്കിൽ UPSA ചെയ്തതുപോലെ തന്നെയാണ്. ഇപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതുപോലെ ഏജ് ലിമിറ്റ് 2 ഏജ് ലിമിറ്റ് ഉണ്ട്. ഒന്ന് 18 മുതൽ 43 വരെ. SC ST ആണെങ്കിൽ 18 മുതൽ 45 വരെയാണ്. ഈ പോസ്റ്റുകളിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മുൻപ് നമ്മൾ LP അല്ലെങ്കിൽ UP സ്കൂൾ അസിസ്റ്റന്റിലേക്ക് എന്തൊക്കെയായിരുന്നോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒന്നാമത്തെ നോക്കുക, SLC എക്സാമിനേഷൻ പാസ്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ പാസ് ആവണം, അല്ലെങ്കിൽ +2 പാസ് ആവണം. അടുത്ത ക്വാളിഫിക്കേഷൻ പറയുന്നത് TTC പാസ് ആവണം, അല്ലെങ്കിൽ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് പിന്നെ B.Ed. അതുപോലെ KTET പാസ്സായിരിക്കണം. CTET, NET, SET, MPhil, PhD ഇതുള്ള ഉദ്യോഗാർത്ഥികളെ KTETൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അർഹതപ്പെട്ട എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഒഴിവുകൾ വളരെ കുറവാണ് എന്നുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം PSCക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. എന്നാൽ അത് പരീക്ഷ നടത്തി അർഹതപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നമ്മളൊക്കെ എന്നേ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.